താഴ്വാരം ഹൃദയരാഗം നീട്ടിടും നീ സ്നേഹകൂടാരം. ഷാലോം ടി വി പ്രേക്ഷകർക്ക് ലവ് ഡേയിലേക്ക് സ്നേഹം പൂക്കുന്ന ഈ താഴ്വരയിലേക്ക് സ്വാഗതം. നമ്മളുടെ കുടുംബജീവിതത്തിൽ നാം അനുഭവിക്കേണ്ട സന്തോഷവും സൗന്ദര്യവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചർച്ചകളിലൂടെയാണ് നാം കഴിഞ്ഞ എപ്പിസോഡിൽ കടന്നുപോയത്. ഇവിടെ ഒരിക്കൽ കൂടി എങ്ങനെ നമ്മുടെ കുടുംബജീവിതത്തിൽ കുറേ കൂടി സൗന്ദര്യം ആസ്വദിക്കാം, അല്ലെങ്കിൽ സൗന്ദര്യവും സന്തോഷവും അനുഭവിക്കാം എന്നുള്ളതിൻ്റെ പ്രായോഗിക വശങ്ങളിലേക്കാണ് ഇന്നത്തെ ചർച്ചകൾ പോകുന്നത്. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള വിശിഷ്ട അതിഥികളെ നമുക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ആദ്യമായി നമുക്കേറെ സുപരിചിതനായ ഡോക്ടർ കെ എം ഫ്രാൻസിസ് ഈ പുസ്തകത്തിന് സ്നേഹത്തിൻ്റെ സന്തോഷമെന്ന ഈ അപ്പസ്തോലിക ആഹ്വാനത്തിന് തൻ്റെതായ വ്യാഖ്യാനം എഴുതിയ സാർ ഈ ചർച്ചകളിൽ സജീവ സാന്നിധ്യമാണ്. സെൻറ് തോമസ് കോളേജിലെ മുൻ വൈസ് പ്രിൻസിപ്പളും തൃശ്ശൂർ അതിരൂപത കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റും കൂടെയാണ് സാറ്. അതുപോലെ തന്നെ സുപ്രസിദ്ധ വചനപ്രഘോഷകനായിരിക്കുന്ന ഡോക്ടർ കെ എം ഫ്രാൻസിസ് സാറിനെ ഈ ചർച്ചയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. അടുത്തതായി ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മോട് കൂടി ആയിരിക്കുന്ന സിസ്റ്റർ ടീനയെ നമുക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. സിസ്റ്റർ ടീന ക്രിസ്തുദാസി സന്യാസിനി സമൂഹ അംഗമാണ്. കൗൺസിലിംഗ് രംഗത്ത് ഏറെ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുന്ന സിസ്റ്റർ ഇപ്പോൾ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നു. സിസ്റ്ററിനെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി നാം സ്വാഗതം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട വർഗീസ് കുത്തൂരച്ചനെയാണ്. അച്ഛൻ സെൻറ് തോമസ് കോളേജിൻ്റെ എക്സിക്യൂട്ടീവ് മാനേജറായി ഇപ്പോൾ സേവനം ചെയ്യുന്നു. ഫാമിലി അപ്പോസിലെ മുൻ ഡയറക്ടറും കുടുംബജീവിതങ്ങളിൽ അനേകർക്ക് സഹായകമായി അച്ഛൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ട്. അച്ഛനെ ഈ ചർച്ചയിലേക്ക് ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. കുടുംബജീവിതത്തിലെ സന്തോഷവും സൗന്ദര്യവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള കൂടുതൽ ചർച്ചകളിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സന്തോഷവും സൗന്ദര്യവും എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇന്ന് പല കുടുംബങ്ങളിലുമുള്ള ഒരു പരാതിയാണ്, എൻ്റെ ഭാര്യ എന്നെ നോക്കുന്നില്ല, എൻ്റെ ഭർത്താവ് എന്നെ ശ്രദ്ധിക്കുന്നില്ല, എൻ്റെ അമ്മ എൻ്റെ മാതാപിതാക്കൾ എന്നെ നോക്കുന്നില്ല എന്നുള്ള ഒരു പരാതി ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ കാണാൻ പറ്റും. ഞാൻ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അച്ഛൻ ആദ്യമേ വന്നിട്ട് ഭാര്യ ഭർത്താവ് ക്ലാസ് എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഭാര്യയുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് എത്ര നാളായി? എന്നിട്ട് രണ്ടുപേരെ കൂടെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാനായിട്ട് പറഞ്ഞ് ആ ഒരു നോട്ടത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞത് ഞാൻ ഓർക്കുക. ഇതിൽ പാപ്പ പറയുകയാണ്, മറ്റു വ്യക്തികൾ രോഗികളായാലും വൃദ്ധരായാലും ശാരീരികവും ആകർഷകത്വം ഇല്ലാത്തവരായാലും അവരിൽ തന്നെ പ്രാധാന്യമുള്ളവരായി കണക്കാക്കുന്ന ആ നോട്ടത്തിലാണ് സ്നേഹത്തിൻ്റെ സൗന്ദര്യശാസ്ത്രപരമായ അനുഭവം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ വിലമതിക്കലായൊരു നോട്ടം അത് നമ്മുടെ കുടുംബ ജീവിതങ്ങളെ എത്രത്തോളം സന്തോഷമുള്ളതാക്കും, വിവാഹത്തിലെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുമെന്ന് പാപ്പ പറഞ്ഞു വെക്കുകയാണ്. വളരെ ചെറിയ കാര്യമായിട്ട് ചിലപ്പോൾ തോന്നാം അത് ഒരു നോട്ടത്തിന് എന്താ, പക്ഷെ അതിനുണ്ടാകാവുന്ന മാനസികവും ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ഒരു സ്വാധീനം അത് വലിയൊരു സ്വാധീനമാണ്. അത് വാക്കുകളിലൂടെ വർണ്ണിക്കാൻ പറ്റാത്ത സ്വാധീനമാണ്. ഞാനൊരു പെട്ടെന്ന് ഓർക്കുന്ന ഈ നോട്ടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, എൻ്റെ സ്കൂളിൽ ഞാൻ കൊച്ചുനാൾ പഠിക്കുമ്പോൾ ഒരു മാഷും ടീച്ചറും ഭാര്യയും ഭർത്താവാണ് ആ സ്കൂളിൽ. അവർ ക്ലാസ്സിൽ നിന്ന് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ വെറുതെ ഒന്ന് നോക്കി ചിരിക്കും. അപ്പം ഞങ്ങൾ കുട്ടികൾ പറയും, അവർ ഭയങ്കര സ്നേഹം അല്ലേ. ആ നോട്ടത്തിലൂടെ അവർ സ്നേഹം കൈമാറുന്നത് ഞങ്ങൾ ശരിക്കും കണ്ടിട്ടുണ്ട് ശരിക്കും. അപ്പൊ ഈ നോട്ടം വളരെ പ്രധാനപ്പെട്ടതായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറഞ്ഞാൽ. ഭയങ്കര തിരക്കേറിയ ഈ കുടുംബ ജീവിതത്തിനിടയിൽ എനിക്ക് തോന്നുന്നു നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന, ഇന്നത്തെ കുടുംബങ്ങളിൽ നമുക്ക് പരിശീലിപ്പിച്ചെടുക്കാവുന്ന, അധികം സമയമില്ലെങ്കിൽ പോലും ഒന്ന് നോക്കുക, ആ കണ്ണുകളൊന്ന് നോക്കി ആ ഒരു നോട്ടത്തിലൂടെ ആ സ്നേഹം കൈമാറുന്നത് എത്രയോ നല്ല ഒരു കാര്യമായിട്ട് ഇപ്പോൾ അച്ഛൻ പറഞ്ഞപ്പോൾ തോന്നുമായിരുന്നു. ശരിക്ക് പറഞ്ഞാൽ
അപ്പോൾ വീടിനകത്ത് ഞാൻ പുറത്ത് പോയിട്ട് വീട്ടിലേക്ക് വരികയാണ്. ആ വരുന്ന സമയത്ത് എൻ്റെ മുഖത്തുള്ള സന്തോഷം, ആ സന്തോഷപൂർവകമായി ഞാൻ മക്കളെ നോക്കുന്നു, ഭാര്യയെ നോക്കുന്നു. അപ്പോൾ അവരിലുണ്ടാകുന്ന പ്രതികരണം എന്താണ്? ഞാൻ വളരെ ഗൗരവത്തിൽ വീട്ടിൽ പോയിരിക്കുമ്പോൾ അവരിലുണ്ടാകുന്ന പ്രതികരണം എന്താണ്? ഇത് രണ്ടും രണ്ടാണ്. ഞാൻ ചെല്ലുന്നത് സന്തോഷവാനായിട്ടാണെങ്കിൽ അവരുടെ സന്തോഷം വർദ്ധിക്കുകയാണ്. ഞാൻ ചെല്ലുന്നത് ഒരു ഇരുണ്ട മുഖത്തോടു കൂടിയാണെങ്കിൽ അവരെന്തോ ഭയപ്പെട്ടിരിക്കുകയാണ്. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, കോപത്തോടെ എന്നെ നോക്കരുത്, ഒരു വാചകമാണ്. വേറെ ധനികനായ യുവാവിനെ യേശു തിരിഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് നോക്കി എന്നാണ് ശരിക്കും. അവനെ മന്ദഹസിച്ചുകൊണ്ട് നോക്കുകയാണ്. അപ്പം ഇവിടെ വീടുകളിലെ ഒരു പ്രധാന പ്രശ്നത്തിൻ്റെ കാരണമാണ് മാർപ്പാപ്പ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ പാപ്പ പറയണേ, ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ദമ്പതികളും കുട്ടികളും ചിലപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. നാം പരസ്പരം നോക്കാതിരിക്കുമ്പോഴാണ് ഏറെ മുറിവുകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഒരു നോട്ടത്തിന് പോലും ഒരുപാട് മുറിവുകളും പ്രശ്നങ്ങളെയും മാറ്റിയെടുത്താനും സുഖപ്പെടുത്താനും പറ്റും എന്നുള്ളതാണ്. ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ ഓർത്തോ പ്രോബ്ലമായിട്ട് വരുന്നവരുണ്ട്, ന്യൂറോളജിക്കൽ പ്രോബ്ലമായിട്ട് വരുന്നവരുണ്ട്. സ്കാനിങ്ങുകളും എല്ലാം ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു പ്രശ്നവും ഡയഗ്നോസ് ചെയ്യത്തക്ക രീതിയിലുള്ളതൊന്നും കണ്ടുമുട്ടുന്നില്ല. പക്ഷെ അവസാനം ഡോക്ടർ നമ്മുടെ അടുത്തേക്ക് വിടുമ്പോൾ അവർ പറയുന്ന ചില കേസിൽ നമുക്ക് ഇതുപോലെ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. എൻ്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്നെ നോക്കാറേ ഇല്ല. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ കാര്യങ്ങളും വീട്ടിലെ എല്ലാ ജോലികളും ഞാൻ ചെയ്തിരിക്കുന്നു. എന്ന് തിരിച്ച് ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ നേരെ ഒന്ന് നോക്കി ഒന്ന് പുഞ്ചിരിക്കുക, ഇത് ഞാൻ അനുഭവിച്ചിട്ട് കുറേ നാളുകളായി. ഇത് ആരോടും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണെന്നാണ് മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർക്കത് അവർ മനസ്സിലാക്കുക. ഇതെങ്ങനെയാണ് അപ്പോൾ ഞാൻ പറയുക, ഇതിങ്ങനെ ഉള്ളിലൊതുക്കി എനിക്ക് ബാക്ക് പെയിൻ വന്നതാണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി എന്നൊക്കെ ഓരോരുത്തരും അനുഭവങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. സമൂഹത്തിൽ ഭയങ്കര തിരക്കുള്ള ഭർത്താക്കന്മാര്, അവരെ കുറിച്ചുള്ളൊരു പരാതി ഈ സിസ്റ്റർ പറഞ്ഞതാണ്. ശരിക്കും അവർ പറയണത്, എന്തിനാ ഞാൻ എൻ്റെ ഭാര്യനെ നോക്കണേ, ഭാര്യ എൻ്റെ അല്ലേ, ഞാൻ നോക്കണോ, എല്ലാം ചെയ്തു കൊടുക്കുന്നു. എൻ്റെ ശ്രദ്ധ, എൻ്റെ തല കുറേ മറ്റു കാര്യങ്ങളിലാണ്. ഞാനും കൂട്ടുകാരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ എൻ്റെ ഭാര്യ ഓടി വന്നു. എൻ്റെ ഇന്ന് മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ച് ദേഷ്യത്തിലൊരു പോക്കാണ്. എനിക്ക് ഭയങ്കര സങ്കടം വന്നു. എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തു. പക്ഷെ അവർ പോയപ്പോൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ മൊബൈലിൽ വരുന്ന മെസ്സേജ് നോക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മറ്റൊരാളായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കാതെ ഞാൻ വേറൊരു സ്ഥലത്ത് നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ആ മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹം. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. പക്ഷെ അത് മനസ്സിലാവണ്ടേ. പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാനും വളരാനും പറ്റും. കഴിഞ്ഞ ദിവസം കുട്ടികൾ നടത്തിയ, നമ്മുടെ ഇവിടെ അല്ല പുറത്ത് കുട്ടികൾ നടത്തിയ ഒരു പ്രൊട്ടസ്റ്റിന്റെ ഒരു ഇത് വാട്സപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ അപ്പോൾ ഞാൻ അത് കണ്ടപ്പോൾ ആലോചിച്ചു, പണ്ടൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് അല്ലെങ്കിൽ അവർക്ക് പാല് കൊടുക്കുമ്പോഴൊക്കെ അവരുടെ കണ്ണുകളിലേക്കാണ് നമ്മൾ നോക്കി, അല്ലെങ്കിൽ അവരൊന്ന് ശ്രദ്ധിക്കും. ഈ കൊച്ചുകൾ നടത്തിയ പ്രൊട്ടസ്റ്റിന്റെ കാരണം ഇതാണ്. അമ്മയുടെ ഒരു കയ്യിൽ ഫീഡിങ് ബോട്ടിൽ ഉണ്ട്, അമ്മ മറ്റേ കൈ കൊണ്ട് വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കൊച്ചിന് ഒരു കൈ കൊണ്ട് ഭക്ഷണം ഇങ്ങനെ കോരി കൊടുക്കുന്നുണ്ട്, പക്ഷെ മറ്റു കയ്യിലെ മൊബൈൽ. അപ്പം കൊച്ചുങ്ങൾ അതിനെതിരെ ഞങ്ങൾ ഇങ്ങനെ പോയാൽ ഞങ്ങൾ രോഗികളായി തീരുന്നു പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മാനസിക രോഗികളാന്ന് പറഞ്ഞിട്ട്. അതിനോട് ചേർത്ത് ഈ അടുത്ത് വായിച്ചൊരു കൊച്ചു കഥയാണ്. ഒരു ടീച്ചറെ ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ എന്താകാൻ ആഗ്രഹിക്കുന്നു? ചെറിയ ക്ലാസ്സിലാണ്, 3-ാം 4-ാണ്ട് പഠിക്കുന്ന ക്ലാസ്സാണ്. അവരെല്ലാവരും കുറേ കാര്യങ്ങൾ എഴുതി. ടീച്ചർ വേറെ ജിജ്ഞാസിക്ക് നോക്കിയപ്പോൾ ഒരു കുട്ടി മൊബൈലാകാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ടീച്ചർക്ക് ചോദിച്ചു, ടീച്ചർ മോനോട് ചോദിച്ചടാ, നീ എന്താ മൊബൈൽ എന്ന് പറയുന്ന സാധനമല്ലേ, മനുഷ്യനൊന്നും അല്ലല്ലോ. അല്ല ടീച്ചറെ, എൻ്റെ ഡാഡി ജോലി കഴിഞ്ഞ് വന്നാൽ മൊബൈൽ നോക്കിയിരിക്കും, എന്നെ നോക്കാൻ സമയമില്ല. മമ്മി എപ്പോഴെങ്കിലും അടുക്കളയിൽ നിന്ന് ജോലി ഫ്രീ കിട്ടിയാൽ ഉടനെ മൊബൈൽ നോക്കും, എന്നെ നോക്കാനില്ല. അപ്പം എനിക്ക് തോന്നി, ഞാൻ മൊബൈലായ ഡാഡി മമ്മി എന്നെ കുറേ നേരെ നോക്കിയിരിക്കില്ലേ. കൊച്ചു മനസ്സിലുണ്ടായ ഒരു ചിന്തയാണത്, നോക്കിയിരിക്കുക. നമ്മൾ പറയില്ലേ, ഈ കുട്ടികളുടെ വളർച്ചയിൽ ചിലപ്പോൾ തമാശയായിട്ട് പറയില്ലേ, നോട്ടപ്പശകാന്ന്. ഇത് നോക്കേണ്ട സമയത്ത് നോക്കി, അത് കണ്ണുകളിൽ നോക്കുന്നതാകാം, ഒരു നല്ല വാക്ക് പറയുന്നതാകാം, ഇതൊക്കെ ഇതിന് ബന്ധപ്പെട്ട്. അപ്പം അതിൽ പറയാ, എൻ്റെ വീട്ടിൽ എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, അവർ എന്നെ കാണുന്ന പോലുമില്ല, ഞാൻ ഇല്ലാത്തതുപോലെയാണത്. അല്ല, ഈ കുട്ടികളെ സംബന്ധിച്ച് ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ കാണുന്ന ഈ നോട്ടത്തിന്റെ പെശക്,
അത് തന്നെയാണ് കുട്ടികളിലും ബാധിക്കുന്നത്. കാരണം കുട്ടികൾ ആഗ്രഹിക്കുന്നത് എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? ഞാൻ ചില വീട്ടിൽ കുട്ടികളെ കണ്ടിട്ടുണ്ട്, തന്നെത്താൻ വർത്തമാനം പറഞ്ഞ് നടക്കും. അപ്പോൾ അവിടെ പോയപ്പോൾ എന്നോട് ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു, അവിടെ പോയപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അത് തന്നെ എന്താണ് ലക്ഷണം? ആ വീട്ടില് അമ്മയോ അപ്പനോ ആ കുട്ടിയോട് സംസാരിക്കുന്നില്ല എന്നാണ്. വേറൊരു വീട്ടില് ഒരു കുട്ടിക്ക് എപ്പോഴും മരുന്ന് കൊടുത്താൽ മാറണില്ലേ. അപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു കൊടുത്തു, ആ കുട്ടിയോട് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ കുട്ടിയുടെ ചുമ മാറും. അപ്പൊ ആ കുട്ടീനെ ശ്രദ്ധിക്കുന്നില്ല, ആ കുട്ടിയെ നോക്കുന്നില്ലേ. അപ്പൊ അതാണ് ഈ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിക്കുകയും പിന്നീട് വലുതായി വരുമ്പോൾ അത് ക്രിമിനൽ സ്വഭാവങ്ങളിലേക്ക് കടക്കാണ്. പ്രസിദ്ധി നേടാത്തതിന് കുപ്രസിദ്ധി നേടുന്ന അവസ്ഥ എന്ന് പറയില്ല, സെന്റർ ഓഫ് അട്രാക്ഷൻ ആകാനായിട്ടുള്ള. ഞാൻ ഇന്ന് രാവിലെ മുടി നീട്ടി വളർത്തിയ 3-4 ചെറുപ്പക്കാരെ കണ്ടു. അപ്പോൾ ഞാൻ അവിടെ അവർ ഈ വീടൊക്കെ വിട്ട് ഒരു ഹോസ്റ്റൽ പോലെ സ്ഥലത്ത് താമസിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബ്രദറിനോട് ഞങ്ങൾ കണ്ട വഴിക്ക് ഇവർ അത്ഭുതമായി. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുടിയുടെ ഒരു എക്സിബിഷൻ, ഇങ്ങനെ മുടി വളർത്തലുമായി ബന്ധപ്പെട്ടൊരു എക്സിബിഷൻ തൃശ്ശൂർ മറ്റും ഉണ്ടായി. ഒരു മീറ്റിംഗ്. ഇപ്പം ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ അവരെന്താ മുടി വെട്ടാത്തതെന്ന് ചോദിച്ചപ്പോൾ ഈ ബ്രദർ പറയണം, ഇവർ നോക്കുന്ന ബ്രദർ പറയാണ്, അവരാദ്യം പറഞ്ഞൊരു ഡിമാൻഡ് ഇതാണല്ലോ, വേറെ ബ്രദർ പറഞ്ഞ എന്തും ഞങ്ങൾ അനുസരിക്കാം, പക്ഷെ ഞങ്ങൾ ഈ മുടി വെട്ടണ കാര്യം ഞങ്ങളോട് പറയരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാനൊന്നും പറയണില്ല ഡോക്ടറെ എന്ന് എന്നോട് ഈ ബ്രദർ പറഞ്ഞു. ശ്രദ്ധിക്കപ്പെടാനുള്ള ഇത് പറഞ്ഞു കേട്ടപ്പോൾ നമുക്ക് നമ്മുടെ ചർച്ചയുടെ ഭാഗമായിട്ട് വന്നപ്പോൾ ഇന്ന് ധാരാളം കുട്ടികള് ഈ മനുഷ്യന്മാരിപ്പോ ഡിസൈനർ സാരി എന്ന് പറഞ്ഞ് പെണ്ണുങ്ങള് ധരിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് മറ്റാരും ആ ഡിസൈൻ ഇടാൻ പാടില്ല, അപ്പോഴാണ് നോക്കുക. ഇപ്പൊ പള്ളിയിലേക്ക് പെണ്ണുങ്ങൾ പോകുമ്പോ ഞാൻ ഒരു ഡയലോഗ് കേട്ടിട്ടുണ്ട്, ഈ സാരി എടുത്തപ്പോഴാണ് എന്നെ എല്ലാവരും നോക്കിയത്. ഇനി ചില കുട്ടികൾ സൈലൻസർ ഉരി വെച്ചിട്ട് മോട്ടോർ സൈക്കിൾ ഓടിക്കും, അപ്പോഴാണ് എല്ലാവരും നോക്കണത്. അപ്പൊ ഈ ഡിസൈനർ സാരി പോലെ തന്നെ ഇപ്പൊ സ്ത്രീകളുടെ വസ്ത്രധാരണം ശ്രദ്ധിച്ചാല്, ഒരു സഹോദരി ബ്ലൗസിന് വലത്തെ ഭാഗത്ത് ഒരു ഓട്ടയിട്ടാല് വേറെ സഹോദരി ബ്ലൗസിന്റെ ഇടത്തെ ഭാഗത്ത് ഓട്ടയിടും. അപ്പൊ വേറെ സഹോദരി പുറത്ത് ഓട്ടയിടും. അപ്പൊ വേറൊരു സഹോദരി കയ്യിന്റെ 2 സൈഡിൽ ഓട്ടയിടും. എന്തിനാണ്? ഒക്കെ എന്നെ നോക്കണം. ഒരു ഭീകരമായൊരു അവസ്ഥയാണത്. അപ്പൊ ഇതില് പാപ്പ പറയുന്നത് വളരെ അധികം നമുക്ക് കുടുംബജീവിതത്തിൽ ശ്രദ്ധിക്കാം. ഒരു നോട്ടത്തിൽ എങ്ങനെയാ പറയുന്നത്, ആ നോട്ടത്തിലാണ് സ്നേഹത്തിന്റെ സൗന്ദര്യം ശാസ്ത്രപരമായ അനുഭവം പ്രകടിപ്പിക്കുന്നത്. വിലമതിക്കലിന്റെ ഒരു നോട്ടത്തിന് അളവറ്റ പ്രാധാന്യമുണ്ട്. സ്നേഹം നമ്മുടെ കണ്ണുകളെ തുറക്കുന്നു. മറ്റുള്ള എല്ലാറ്റിലും ഉപരിയായി ഒരു മനുഷ്യജീവിയുടെ മഹത്തായ യോഗ്യത കാണാൻ ശക്തരാക്കുകയും ചെയ്യുന്നു. അപ്പം നമ്മുടെ കൂടെയുള്ളവരുടെ, ഭർത്താവ് ഭാര്യയുടെ, ഭാര്യ ഭർത്താവിൻ്റെ, മാതാപിതാക്കൾ മക്കളുടെ ആ സാന്നിധ്യം, അവരുടെ സൗന്ദര്യം കാണാൻ, അവരെ നോക്കാനായിട്ട് നമുക്ക് അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം സമയമെടുക്കണം. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തത്. നമുക്ക് ഇപ്പോൾ ഒരു ക്ലിപ്പിംഗ് ശ്രദ്ധിക്കാം. ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ലിപ്പിംഗ് ആണ്. നമുക്കതിലേക്ക് നമ്മളെല്ലാവരെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 21 വർഷമായി. 21 വർഷം മുമ്പ് സത്യത്തിൽ ഒരു ജീവിതം ഉണ്ടാകുമെന്നൊന്നും ചിന്തിക്കാത്തൊരു കാലഘട്ടമായിരുന്നു. ആ സമയത്താണ് ദൈവത്തിൻ്റെ ദൂതനാൽ ശരിക്കും അയക്കപ്പെട്ട പോലെയാണ് ജേക്കബേട്ടൻ എന്നെ പെണ്ണ് കാണാൻ വന്നതും അതങ്ങോട്ട് തീരുമാനമായതും. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളപ്പുറം നല്ലൊരു കുടുംബത്തിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ സാധിച്ചു. അത് തന്നെ വലിയൊരു വിജയമാണ്. നാളിതുവരെയായിട്ട് ജേക്കബേട്ടൻ എന്നെ കൂടുതലായിട്ട് സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സത്യമായിട്ടും ആളുടെ സപ്പോർട്ടാണ് എൻ്റെ ജീവിതത്തിൻ്റെ വിജയം, അല്ലാതെ മറ്റൊന്നല്ല. ജീവിതം ഇത്രയും സന്തോഷപ്രദമാകുന്നതിൻ്റെ കാരണം അദ്ദേഹം തന്നെ. എൻ്റെ ഏതൊരു ബുദ്ധിമുട്ട് പറഞ്ഞാലും അദ്ദേഹം അതിൻ്റെ ഒപ്പം എൻ്റെ കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്തു തരും. സത്യം പറഞ്ഞാൽ പ്രായം ചെല്ലും തോറും എൻ്റെ ശാരീരികാവസ്ഥയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ട് കൂടുതലുണ്ട്. പക്ഷേ എങ്കിൽ പോലും എന്നെ അതിൽ നിന്നെല്ലാം ധൈര്യം തന്ന്, സാറില്ലേ ഞാനുണ്ട് നിൻ്റെ കൂടെ എന്ന് പറഞ്ഞ് മുന്നോട്ട് നയിക്കണത് അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോഴും ജോലി ചെയ്യിക്കാൻ വരാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം പലപ്പോഴും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരാറുണ്ട്, തീരെ വയ്യ എന്നൊക്കെ. പക്ഷേ ആ സമയത്തും ആളുടെ സപ്പോർട്ട് എന്നെ വല്ലാതെ ധൈര്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഞാൻ എപ്പോഴും സ്കൂളിലേക്ക് വരുന്നു. ഇനിയും 7 കൊല്ലം ഉണ്ടെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയമുണ്ട്. പക്ഷേ ആളെപ്പോഴും പറയും ഞാനുണ്ട്, നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറയാറുണ്ട്. ആ ഒരു ഇതിലാണ് ഞാനിപ്പോഴും ജോലിക്ക് വരുന്നത്. സത്യം പറഞ്ഞാൽ ഒരുപാട് പരിമിതികളുണ്ട് എനിക്ക്. പക്ഷേ ഈ വീൽ ചെയറിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എല്ലായിടത്തേക്കും ഓടിയെത്താൻ പറ്റും, കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ സപ്പോർട്ട് എൻ്റെ ആളുള്ളത് തന്നെയാണ്. ആ ഒരു ധൈര്യം തന്നെയാണ്
എൻ്റെ ഏത് കുറവിലും എന്നോട് ഒത്തു നിൽക്കാൻ എൻ്റെ ജേക്കബേട്ടന് സാധിക്കും. ദൈവം തന്ന ഒരു അനുഗ്രഹമായിട്ട് ഞാൻ ഈ ബന്ധത്തെ കാണുകയാണ്. ഞങ്ങൾ മാരേജ് ചെയ്തിട്ട് 21 കൊല്ലമായി. പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് കുറേ അംഗവൈകല്യങ്ങളുണ്ട്. അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ച് അവർക്ക് എത്രയധികം കുറവുകളുണ്ടെങ്കിലും എനിക്ക് അവരെ സ്നേഹിക്കാൻ വളരെ സന്തോഷമാണ്. എനിക്ക് അവരുടെ കൂടെ നടക്കാനും പല സ്ഥലങ്ങളിൽ പോകാനും എനിക്ക് വളരെയധികം താല്പര്യമുണ്ട്. ഞങ്ങളതുപോലെ പോകുന്നുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ കറങ്ങാൻ പോവും. ഇനി പോവാത്ത സ്ഥലങ്ങളൊന്നുമില്ല. എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ പോയി കഴിഞ്ഞു. ഇന്നത്തെ തലമുറയ്ക്കുള്ള പ്രത്യേകത ഒരാളെ കാണുമ്പോഴേക്കും സ്നേഹിക്കണോ, ഒളിച്ചോടണോ, വീണ്ടും ഡൈവേഴ്സ് ആവണോ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. പക്ഷേ അവിടെ സൗന്ദര്യത്തിനോ സമ്പത്തിനോ ഒന്നുമല്ല പ്രധാനം. കാരണം മാനസികമായ ഐക്യമാണ്. അത് ദൈവം നിശ്ചയിച്ച ആളെ തന്നെ വിവാഹം കഴിക്കുമ്പോഴാണ് അത് നേടാൻ സാധിക്കുകയുള്ളൂ. മറ്റേതായാലും അതിൽ നിന്ന് പരാജയപ്പെടാനേ നിവൃത്തിയുള്ളൂ. അപ്പോൾ ദൈവം നിശ്ചയിച്ച് തരുന്ന ആളെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കാനുള്ള ആ ക്ഷമ നമ്മുടെ ഓരോ കുട്ടികളിലും ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം വിജയിക്കും. അതായത് ആ ആൾ നമ്മൾക്ക് ദൈവം കൽപ്പിച്ച് തരുന്ന ആ ആൾ നമ്മുടെ എല്ലാ കുറവുകളിലും നമ്മുടെ ഒപ്പം നിൽക്കും. നമ്മൾ സ്നേഹിച്ചോടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പരിധിയുണ്ട്. അവർ കണ്ടെത്തിയ ആ സ്നേഹത്തിൻ്റെ ലക്ഷണങ്ങളില്ലാതെ ആവുന്ന ആ സമയം അവരത് വിട്ടുപോകും. ആ സമയം ദൈവം ചേർത്തുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളോടൊപ്പം മരണം വരെ ഉണ്ടാവും. അതാണ് ദൈവത്തിൻ്റെ ദൈവം നമുക്ക് തരുന്നിരിക്കുന്ന ദാമ്പത്യ ബന്ധം. മാർപ്പാപ്പ ഇവിടെ നമ്മളെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കുടുംബജീവിതത്തിൽ ഈ ഒരു നോട്ടത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഭാര്യ ഭർത്താവിനെ ശ്രദ്ധയോടെ നോക്കണം, ഭർത്താവ് ഭാര്യയുടെ കണ്ണുകളിലേക്ക് ശ്രദ്ധയോടെ നോക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ അല്ലെങ്കിൽ വിവാഹം ഉറപ്പിച്ചിട്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഒരുപാട് സമയം ഇങ്ങനെ കണ്ണിലൊക്കെ നോക്കിയിരിക്കാൻ വേണ്ടി സമയം ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണ് പയ്യെ കുടുംബജീവിതത്തിൻ്റെ നമ്മളിങ്ങനെ പോന്നു കഴിയുമ്പോൾ അത് പതുക്കെ കുറഞ്ഞു വരാനൊരു കാരണം ഈ ഒരു ബാഹ്യ സൗന്ദര്യമായിട്ട് അതിനൊരു ബന്ധമുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ അതുകൊണ്ടാണ് നമുക്കിങ്ങനെ കുറഞ്ഞു പോണത്? അത് ടീച്ചർ പറഞ്ഞത് ശരിയാണ്. നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള കാര്യമാണിത്. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ അല്ലെങ്കിൽ പ്രേമിച്ചു നടക്കുന്നവർ ആദ്യത്തെ നാളുകളിലൊക്കെ ഇപ്പോഴും ഒരുപാട് സമയം കൂടെ ഇരിക്കുക, കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുക, ആ സ്നേഹം അനുഭവിക്കുക, അതൊക്കെ നമ്മൾ കാണുന്നതാണ്. അവിടെ സംഭവിക്കുന്നത് ഒരു ബാഹ്യമായ സൗന്ദര്യത്തിലേക്കുള്ളൊരു നോട്ടം മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ എന്നാണ് തോന്നുന്നത്. അതിനപ്പുറത്തേക്കുള്ള ഒരു ആന്തരിക സൗന്ദര്യത്തിലേക്ക് അവർ എത്തുന്നില്ല. ആ ഒരു സ്നേഹത്തിലേക്ക് അവർ വളരുന്നില്ല. അതുകൊണ്ട് ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും പലപ്പോഴും വിവാഹബന്ധത്തിൽ ഉലച്ചിലുകൾ വരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈശോയുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കാണാം, കുഷ്ഠരോഗിയെ കെട്ടിപ്പിടിക്കുക, ഫ്രാൻസിസ് അസീസി അല്ലെങ്കിൽ മദർ തെരേസ. അവരപ്പോൾ ബാഹ്യമായിട്ട് ഒരു സൗന്ദര്യമില്ലാത്ത മനുഷ്യരെ, ഇപ്പം നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖം ശരീരം മുഴുവൻ കുരുക്കളായിട്ടുള്ള ഒരു മനുഷ്യനെ കെട്ടിപ്പിടിച്ച് ഞാനതൊക്കെ കണ്ടിട്ട് നമുക്കങ്ങനെ പറ്റില്ലല്ലോ ശരിക്കും. ദിവസങ്ങളിൽ അയർലൻഡിലെ കുടുംബസംഗമത്തിൽ പാപ്പ പോകുന്ന വഴിയിൽ വയസ്സായി നിൽക്കുന്ന വളരെ പാവപ്പെട്ട ഒരു വയസ്സായ ഒരു സ്ത്രീ, ഐ എം ബ്ലൈൻഡ് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ പിടിച്ചു നിന്നു. അവിടെ പാപ്പ വണ്ടി നിർത്തി അവിടെ ഇറങ്ങി ആ അമ്മച്ചിയുടെ അടുത്ത് ചെന്ന് അവരെ കുരിശടയാളം വരച്ച്. ഇത് ശരിക്കും പറഞ്ഞ അല്ലേ, ഇതൊരു കാരണമുണ്ട്. ഇപ്പോ നേരത്തെ സിസ്റ്റർ പറഞ്ഞ പോലെ ഇപ്പോ കാമുകന്മാര്, അവരെ കുറിച്ച് പാട്ടുകൾ, സിനിമാ പാട്ടുകൾ നോക്കിയാല് പണ്ട് കാലം മുതല് കണ്ണും കണ്ണും കഥകൾ കൈമാറും എന്ന് പറഞ്ഞ പാട്ട്. ഞാൻ വേറെ പാട്ട് കേട്ടിട്ടുള്ളത് ഒരു മുഖം മാത്രം കണ്ണിൽ, ഒരു സ്വരം മാത്രം കാതിൽ, അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് ഒരിക്കൽ മനസ്സിലായത്, ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ഓ ആ കുട്ടിയെ കാണാൻ എന്താ ഭംഗി. അപ്പോൾ ഉടൻ തന്നെ ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു, ആ ഭംഗി എന്ന് പറയുന്നത് ഫ്രാൻസിസിൻ്റെ ഉള്ളിൽ ഇപ്പോഴും വറ്റാത്ത കാമത്തിൻ്റെ ഒരംശം കിടപ്പുണ്ട്. അതിൽ നിന്നാണ് ഭംഗി തോന്നണേ. ഇപ്പോൾ ഫ്രാൻസിസിന് ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ ഇതേ ഭംഗി തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത്രയ്ക്ക് ഭംഗി തോന്നണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഭാര്യയുടെ അടുത്തുനിന്ന് ഒരു കുറവുണ്ടാകുമ്പോൾ
ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്കൊരു അസംതൃപ്തി ഉണ്ടാകുമ്പോൾ അവളെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴും എൻ്റെ 22 വയസ്സ് 23 വയസ്സിലുള്ള ഒരു കാമുകനായിട്ടാണ് ഇപ്പോഴും ഞാൻ ആരെ കാണുന്നത്, ഭാര്യനെ കാണുന്നത്. അവിടെയാണ് വാസ്തവത്തിൽ ഒരു നിത്യ സൗന്ദര്യ കാഴ്ചപ്പാടിലേക്ക് ഭാര്യയും ഭർത്താവും എല്ലാ മനുഷ്യരുടെയും കാഴ്ചപ്പാട് പോകണം. നിത്യ സൗന്ദര്യം, അത് സ്വർഗീയ സൗന്ദര്യമാണ്, സ്വർഗീയ ആസ്വാദനം. അതിലേക്ക് മനുഷ്യൻ പോകുന്നില്ലെങ്കിൽ ഇവിടെയുള്ള കൊച്ചു കൊച്ചു സൗന്ദര്യങ്ങളിൽ ഉടക്കി കിടക്കുകയും അതില്ലാതെയാകുമ്പോൾ നോട്ടം എൻ്റെ അച്ഛ ഇപ്പൊ മക്കള് തന്നെ എങ്ങനെയാണ്, മക്കള് പരീക്ഷയിൽ തോറ്റാൽ നമുക്ക് അവരുടെ സൗന്ദര്യം പോയി, മക്കളൊരു തെറ്റ് ചെയ്താൽ നമുക്ക് അവരുടെ സൗന്ദര്യം പോയി. ഇപ്പൊ പാപിനിയായ സ്ത്രീക്ക് സൗന്ദര്യം കാണാനായിട്ട് അവള് ഒരു പ്രതിയാണ്, അവള് പ്രതിക്കൂട്ടിലാണ് പാപിനിയായ സ്ത്രീനെ. യേശു അവളിൽ സൗന്ദര്യം കണ്ടു, അവളില് എന്താണ്, അവളിലെ മനുഷ്യത്വം കണ്ടു. അപ്പോൾ യഥാർത്ഥത്തിൽ യേശു കുഷ്ഠരോഗിയെ തൊട്ട് സുഖപ്പെടുത്തുന്നു എന്നൊക്കെ നേരത്തെ അച്ഛൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞാല് മനുഷ്യൻ വിലമതിക്കേണ്ടവനാണ്. എന്നാ സൗന്ദര്യം കാണുക എന്നതാണ് ബന്ധം. എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും എത്ര സൗന്ദര്യം ഇല്ലെങ്കിലും ഈ ഒരു നോട്ടം നമുക്ക് കാണാനും അല്ലെങ്കിൽ ആ ഒരു ഇത് ആസ്വദിക്കാനും പറ്റിയാലാണ് യഥാർത്ഥമായ സ്വർഗത്തിന്റെ മുന്നാസ്വാദനാവുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ? ഈവൺ ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഇപ്പൊ ഞാൻ TV കാണാൻ ചിലപ്പോ ഇരിക്കും. അപ്പൊ TV കാണാൻ ഇരിക്കുമ്പോൾ നമ്മളതിലെ പെൺകുട്ടികളൊക്കെ ഞാനിങ്ങനെ മുഖത്തേക്ക് നോക്കി ഇരിക്കുകയാണ്. ആ മുഖം എൻ്റെ ഓർമ്മയിൽ നിൽക്കുകയാണ്. ദാറ്റ് മീൻസ് എന്തിനാണ് ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്താണ് ഞാൻ കൺക്ലൂഷൻ. ഇതൊക്കെ 24 മണിക്കൂർ നോക്കിയിരിക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ മോഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് അവരോരോ അബോർഡ് അല്ലെങ്കിൽ ഒരു സ്ഥലം കണ്ടെത്തുന്നതാണ് ഈവൻ സിനിമ, ഡാൻസ്. വയസ്സായവരൊന്നും ചിലർ സിനിമാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോണില്ലേ? സുന്ദരിയായ ഭാര്യയില് പ്രായമാകുന്നതനുസരിച്ച് സൗന്ദര്യം കാണാൻ സാധിക്കാതെ വരുമ്പോ ഒരു ഷിഫ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. തോബിത്തിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ഞാൻ ഇവളെ പ്രേമിക്കുന്നത്, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, മുമ്പ് ഈ വചനം പങ്കുവച്ചിട്ടുണ്ട്, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തേണ്ടതിന് ദൈവം നീ അനുഗ്രഹിക്കണം. സത്യത്തിൽ ഈ ഒരു ഒരിക്കലും കുറയാത്ത ഒരു സ്നേഹം, അല്ലെങ്കിൽ ഈ സ്നേഹത്തിലുള്ള വളർച്ച, ഇതാണ് യഥാർത്ഥ സൗന്ദര്യത്തിലുള്ള വളർച്ച എന്നാണ് മാർപ്പാപ്പ ഇവിടെ പറയുന്നത് അല്ലേ? പക്ഷെ ആ പരിശീലനത്തില് എങ്ങനെയാണ് അതിൽ നിന്ന് നമ്മൾ തെറ്റി പോണത്? ആ തെറ്റിപ്പോണത് പരാജയത്തിലാണ്. ഇപ്പൊ വീട്ടിലൊരു പരാജയം ഉണ്ടായാൽ അതിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം ഞാൻ ആരോപിക്കുന്നത് എൻ്റെ ഭാര്യയിലല്ലേ. ഒരു വിജയം ഉണ്ടായാലേ അത് മുഴുവൻ എൻ്റെ ക്രെഡിറ്റ് ആണ്. ഇപ്പൊ ഞാൻ എൻ്റെ മക്കളുടെ വിവാഹം കഴിഞ്ഞു, അതൊക്കെ ഞാൻ ക്രെഡിറ്റ് ആയിട്ട് എടുക്കണത് ഭാര്യയെ കൊണ്ടൊന്നും പറ്റില്ലേ. അതൊക്കെ നമ്മുടെ ഒരു കഴിവുകൊണ്ട്. അപ്പോൾ സുഖവും ദുഃഖവും പങ്കുവയ്ക്കണം. ഇത് സുഖം പങ്കുവയ്ക്കണില്ല, ദുഃഖവും പങ്കുവയ്ക്കണില്ല, വിജയവും പങ്കുവയ്ക്കണില്ല, പരാജയവും പങ്കുവയ്ക്കണില്ല. ഇത് പങ്കുവെച്ച് വരുമ്പോഴാണ് നമുക്കൊരു ആഹ്ലാദം ഉണ്ടാവുക. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ആ ഒരു സന്തോഷം സ്വീകരിക്കണം. നമ്മുടെ പറച്ചിലിൽ അതുണ്ടാവണം. എന്തെന്ന് അപ്പനമ്മയും കഷ്ടപ്പെട്ടിട്ടാണ് ഇത് നേടിയെടുത്തതെന്ന്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടിപ്പാണ് ഇപ്പോൾ ഈ മാഷ് പറഞ്ഞത്. സന്തോഷവും വേദനയിലൂടെയും ദുഃഖത്തിലൂടെയും കൂടി വളരുന്നുണ്ട്. വിശുദ്ധ അഗസ്തീനോസിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, യുദ്ധത്തിലെ അപകടം എത്ര വലുതാണോ അത്ര വലുതാണ് വിജയത്തിന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ, തന്നെ സന്തോഷിക്കുമ്പോൾ അല്ലെ, ഒരു വ്യക്തി വീട്ടിലെല്ലാ കാര്യങ്ങളും എൻ്റെ വിജയമാണെന്ന് കരുതുമ്പോൾ അത് യുദ്ധത്തിലെ അപകടം പോലെ തന്നെ യുദ്ധത്തിൽ ഒറ്റയ്ക്ക് പരാജയപ്പെട്ടവൻ അനുഭവിക്കുന്ന അതേ അല്ലേ? അത് വിശുദ്ധ അഗസ്റ്റിൻ കൺഫെഷൻസിൽ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, നമുക്കൊരു വിജയം ഉണ്ടായിട്ട് ആ വിജയത്തിൽ നമ്മൾ അമിതമായി ആഹ്ലാദിക്കുകയാണെങ്കിൽ അത് ഭയങ്കര സാത്താനിക്കാണെന്ന്. നമ്മൾ ആ വിജയം വരിക്കുന്നത് കൂട്ടായ ദൈവവുമായിട്ട് ചേർന്ന് നിന്നിട്ടാണ്. അപ്പോൾ ആ സന്തോഷം എല്ലാവരും ഒരുമിച്ച് അനുഭവിക്കേണ്ട ഇതാണ്. ദൈവത്തിന് നന്ദി പറയേണ്ട കാര്യമാണ്. അതിന് പകരം നമ്മൾ ഒറ്റയ്ക്ക് ആ വിജയം ഏറ്റെടുക്കണം.
അതാണ് കുടുംബത്തിലെ ഓരോ സന്തോഷങ്ങളും നമ്മൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കണം മുന്നോട്ട് ഏറ്റെടുക്കേണ്ട. മക്കൾക്കും അതിലൊരു ഓഹരി കൊടുക്കണമെന്ന്. കാരണം അതിലെ മക്കളും സഹകരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ വിജയത്തിൻ്റെ കാരണം ഇപ്പം എൻ്റെയൊക്കെ തെറ്റുകൾ ഇത് വായിക്കുമ്പോഴാണ് മനസ്സിലാവണേ. വീട് പണിതു. അപ്പം എൻ്റെ ഉള്ളിലുള്ള ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ലോൺ എടുത്ത് അത് വീട്ടി നിന്നു. ആ സമയത്ത് നിങ്ങളൊക്കെ എവിടെയായിരുന്നു എന്നാണ്. അപ്പോൾ അവിടെ ഞാൻ എന്ത് ചെയ്യണു? ആ വിജയം എൻ്റെ മക്കൾക്ക് യാതൊരു പങ്കില്ല. അപ്പം ഞാൻ അവരോട് പറയണം, ഇതൊക്കെ അപ്പന് ചെയ്യാൻ പറ്റിയത് നിങ്ങളൊക്കെ സഹകരിച്ച കാരണമാണെന്ന് പറയാൻ പറ്റുമ്പോഴാണ് ആ വിജയം, കുടുംബത്തിൻ്റെ വിജയവും സന്തോഷമായിട്ട് മാറുന്നത്. വിവാഹത്തിലെ സ്നേഹത്തിൻ്റെ സന്തോഷം നമ്മൾ വളർത്തിയെടുക്കേണ്ടതാണ് എന്നാണ് പാപ്പ ഇവിടെ പറയുക. അതിൽ ഏറ്റവും പ്രധാനമായി നമ്മളിവിടെ കണ്ടത് വിലമതിക്കത്തക്ക നോട്ടം. നമ്മുടെ ജീവിത പങ്കാളിയെ, നമ്മുടെ മക്കളെ, നമ്മുടെ വീട്ടിലെ പ്രായമായ മാതാപിതാക്കളെ നാം നോക്കുമ്പോൾ ഇങ്ങനെയാണ് പാപ്പ പറയുന്നത്, സ്നേഹം നമ്മുടെ കണ്ണുകളെ തുറക്കുന്നു, അവരെ നമ്മൾ വിലമതിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്നേഹത്തിനായിട്ടുള്ള വിളി, വിവാഹം എന്ന് പറയുന്നത് സ്നേഹിക്കാനുള്ള വിളിയാണ്. ഈ സ്നേഹത്തിൽ പരിപൂർണരാകാൻ സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനം. ഇവിടെ വീണ്ടും പാപ്പ ഓർമ്മിപ്പിക്കുക, ജീവിതത്തിലെ ഏറ്റവും തീവ്രമായ സന്തോഷങ്ങൾ സ്വർഗത്തിൻ്റെ ഒരു മുൻ ആസ്വാദനം പോലെ മറ്റുള്ളവരിൽ സന്തോഷം ഉദ്ദീപിപ്പിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ ഇടപെടൽ വഴിയായി, നമ്മുടെ നോട്ടം വഴിയായി മറ്റുള്ളവരിൽ സന്തോഷം ജനിപ്പിക്കാൻ കഴിയുമ്പോൾ അത് സ്വർഗത്തിൻ്റെ ഒരു മുന്നാസ്വാദനമാണ്. തമ്പുരാൻ കാണിച്ചു തന്നതുപോലെ പ്രായമായാലും ചുക്കിച്ചുളിഞ്ഞാലും അവിടെയും സ്നേഹത്തിൻ്റെ സൗന്ദര്യം ദർശിക്കാനായിട്ട് ദൈവത്തിൻ്റെ കൃപ പ്രത്യേകമായി നമുക്ക് ചോദിച്ചു വാങ്ങിക്കാം. നമ്മുടെ കുടുംബജീവിതങ്ങളിൽ ഈ സന്തോഷവും സൗന്ദര്യവും ഈ സ്നേഹത്തിൽ വളരാനായിട്ട് നമ്മെ ദൈവം സഹായിക്കട്ടെ. പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം. മരണം വരെയും വാർദ്ധക്യത്തിലെത്തിയാലും ഈ സ്നേഹത്തോടെയുള്ള നോട്ടം, ഈ സ്നേഹത്തോടെയുള്ള ഈ ഒരു വിശുദ്ധമായ നോട്ടത്തിൽ നമുക്ക് നിലനിൽക്കാൻ, അങ്ങനെ പരസ്പരം സ്നേഹത്തിൽ അനുദിനം വളരാനായിട്ട് ഈ ചർച്ചകൾ നിങ്ങളെ സഹായിക്കട്ടെ. അതിനായിട്ടുള്ള ദൈവകൃപ നമുക്ക് നിരന്തരം ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.